കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ ദിവസവും ഒന്നിൽ കൂടുതൽ തവണ ചായ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അതിലും കൂടുതൽ തവണ ഉണ്ടാക്കാറുണ്ട്. ചായ ഉണ്ടാക്കിയതിന് ശേഷം ആ ചായലച്ചണ്ടി നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ നേരെ വേസ്റ്റ് ബിന്നിലേക്ക് തള്ളും. എന്നാൽ ഇനി മുതൽ ആ തേയിലച്ചണ്ടി നിങ്ങൾ കളയരുത്. നമ്മൾ അറിയാതെ കളയുന്ന ഈ ഒരു സാധനം കൊണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലെ വില്ലന്മാരായ പ്രാണികളെയും ഇലപ്പെനിനെയും ഒക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ലായനി ഉണ്ടാക്കാം നമുക്ക്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ തയ്യാറാക്കാനായിട്ട് സിമ്പിളായ 2 വഴികളുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷമുള്ള തേയിലച്ചണ്ടിയിൽ പാലിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ അംശം കാണും. അത്തരം തേയിലച്ചണ്ടി അതുപോലെ തന്നെ നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ ചെടിയിൽ ഉറുമ്പുകൾ വരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഈ തേയിലച്ചണ്ടി പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നന്നായി 1-2 തവണ കഴുകിയെടുക്കണം. പഞ്ചസാരയുടെയും പാലിൻ്റെയും മണം പൂർണ്ണമായും മാറണം. തേയിലച്ചണ്ടി കഴുകിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ചായരിപ്പ് ഉപയോഗിച്ച് 1-2 തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് കിഴികെട്ടി അങ്ങനെയും കഴുകിയെടുക്കാവുന്നതാണ്. കഴുകിയപ്പോൾ കിട്ടുന്ന വെള്ളത്തിൽ കണ്ടില്ലേ, നിറയെ പാലിൻ്റെ അംശമാണുള്ളത്. ഈ കാണുന്ന തേയിലച്ചണ്ടി കുറേശ്ശെ എടുത്ത് വെച്ച് കഴുകിയെടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ അളവ് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് നാം കഴുകി ഉണക്കി വെച്ച തേയിലച്ചണ്ടിയിൽ നിന്നും ഒരു 5-6 സ്പൂൺ ചായലച്ചണ്ടി മഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ കപ്പ് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തേയിലച്ചണ്ടിയുടെ മുഴുവൻ എസൻസും വെള്ളത്തിലേക്ക് ആവുന്ന പോലെ തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ അധികമൊന്നും ഉണ്ടാക്കാതെ ഓരോ ലിറ്റർ വീതം ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ തോട്ടത്തിലെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് 1 ലിറ്റർ തന്നെ ധാരാളമാണ്. തിളപ്പിക്കാൻ മടിയുള്ളവർക്ക് 1 ലിറ്റർ പച്ച വെള്ളത്തിൽ ചായലച്ചണ്ടി ഇട്ട് 24 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെച്ചാലും മതി. തിളച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് ചൂടാറി കഴിഞ്ഞാൽ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. തേയിലയുടെ തരികൾ കുടുങ്ങി നമ്മുടെ സ്പ്രെയറിൻ്റെ നോസിൽ കേടുവന്ന് പോവാതിരിക്കാനായിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഈ ലായനിയുടെ പവർ ഒന്നുകൂടി കൂട്ടാനായിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്താൽ നല്ലതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വേപ്പെണ്ണയും അതിൻ്റെ കൂടെ വീട്ടിലുള്ള ഹാൻഡ് വാഷോ ലിക്വിഡ് സോപ്പോ അങ്ങനെ ഏതെങ്കിലും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് ചെടികൾക്ക് തളിച്ച് കൊടുക്കാം. ഞാൻ 1 തവണ കൂടി അരിച്ചെടുത്തതിന് ശേഷമാണ് സ്പ്രെയറിലേക്ക് ഒഴിക്കുന്നത്. തളിച്ച് കൊടുക്കുമ്പോൾ വെയിൽ ആറിയതിന് ശേഷം തളിച്ച് കൊടുക്കുക. ഇതെന്നല്ല, ഏത് കീടനാശിനിയും വെയിൽ ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ തെളിച്ച് കൊടുക്കാവൂ. ഇലകളുടെ മുകൾ ഭാഗത്ത് മാത്രമല്ല തളിക്കേണ്ടത്. മിക്കവാറും കീടങ്ങളെയും ഇലയുടെ അടിവശത്താണ് കാണാറ്. അതുകൊണ്ട് ഇലകളുടെ 2 വശത്തും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ കീടശല്യത്തിൽ നിന്നും ചെടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റൂ. ഇനി ഇത് തെളിക്കുന്നത് കൊണ്ട് കീടങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. തേയിലയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന ഘടകത്തിൻ്റെ കടുപ്പവും മണവും ഇലപ്പേൻ പോലെയുള്ള കീടങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ല. ഇതൊരു കീടനാശിനിയായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചെടികൾ തഴച്ചു വളരാനും ഇലകൾക്കെല്ലാം നല്ല പച്ചപ്പ് ലഭിക്കാനും ഇത് സഹായകമാണ്. ഈ ഒരു കീടനാശിനി ശരിക്കും ഫലപ്രദമാവുന്നത് പച്ചമുളകിനും തക്കാളിക്കും വഴുതിനക്കും അതുപോലെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും എന്നിവയൊക്കെയാണ്. ചെടിയിൽ കാണാറുള്ള ഇലപ്പേന്, കുരുടിപ്പ് എന്നിവയ്ക്ക് ആഴ്ചയിൽ 1 തവണ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നാം ദിവസവും വേസ്റ്റാക്കി കളയുന്ന തേയിലച്ചണ്ടി കൊണ്ട് എത്ര എളുപ്പത്തിലാണ് വളരെ പവർഫുള്ളായ ജൈവ കീടനാശിനി തയ്യാറാക്കിയെടുത്തത്. ഒട്ടും പൈസ ചെലവില്ല എന്നതും വളരെ ഈസിയായി തയ്യാറാക്കാമെന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയൊരു അടുക്കളത്തോട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കൃഷിയുമായി താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.